ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ലോലിപോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മല്ലിയില, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ചീസ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, പിരിയൻ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ബ്രെഡ് ക്രംസ്. ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് തേനും വെളുത്ത എള്ളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് രണ്ടായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരച്ചെടുത്ത ചിക്കൻ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, മല്ലിയില, ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ പിരിയൻ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ചീസ് കൂടെ ഒന്ന് പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ചെറിയ ബോളിൻ്റെ ഷേപ്പിലാക്കി അതിലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇങ്ങനെ എല്ലാം തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. എല്ലാം തന്നെ ഞാൻ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്യാവുന്നതാണ്. നമുക്കിത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി എടുക്കണം. അത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇത് അമർത്തി ഇതിലൊന്ന് പൊതിഞ്ഞെടുക്കണം. എല്ലാം തന്നെ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഒഴിക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഉള്ളു കൂടെ വേവാനായിട്ടാണ്.
അല്ലെങ്കിൽ പുറം ഭാഗം ഒന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇതിൻ്റെ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.